ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കാലത്ത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ച്, നല്ല വേവണം കേട്ടോ. ഒരു 4-5 വിസിലടിച്ചാലാണ് ഗ്രീൻ പീസ് നന്നായി വേവുള്ളൂ. പിന്നെ ഒരല്പം നാളികേരവും അതിലേക്ക് കുറച്ച് പച്ചമല്ലി, ഒരു അര സ്പൂൺ പച്ചമല്ലിയും കൂടി ചേർത്ത് അതിൽ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ചുവന്നുള്ള അരിഞ്ഞ് വറവിടുക. അപ്പോൾ അത് പുട്ടിലേക്ക് മാത്രമല്ല ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ പറ്റും കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ണിത്തണ്ട് ഉപ്പേരിക്കാൻ വേണ്ടി ഉണക്കപ്പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് പിന്നെ ഉണ്ണിത്തണ്ട് നുറുക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ ഒരു ദിവസം കണ്ട് ഞാൻ ഉപ്പിലിടുന്നത്, ഉണ്ണിത്തണ്ട് ഉപ്പിലിടുന്നത്. അപ്പോൾ എന്നാൽ കുറച്ച് ഉപ്പിലിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. തീരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അത് ഒന്ന് സെറ്റായതിന് ശേഷം കാട്ടിത്തരുന്നുണ്ട്. അല്പം പച്ചമുളകും കല്ലുപ്പും സുറുക്കി ഒഴിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കപ്പയറും ഉണ്ണിത്തണ്ടും കൂടി കുക്കറിൽ വേവിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് വെള്ളം ഇറങ്ങും വേവിച്ച്. അതൊന്നിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് വറവിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉണ്ണിത്തണ്ട് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നും. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കലുണ്ട്. കിട്ടുന്നവരൊക്കെ കഴിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ.